ദിവസമാണ്. ഇന്ന് ആതിരയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്കൊരു ഗിഫ്റ്റ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കേക്ക് മേടിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് മേടിച്ചിട്ട് വരാം. ഇന്നിപ്പോൾ നടന്നു പോവാം. വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കിടക്കും ചിലപ്പോൾ കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നടന്നു പോയിട്ട് ആതിരയ്ക്കുള്ള സർപ്രൈസ് മേടിച്ചിട്ടുണ്ടാകും. ഒരു സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു വലുതായിട്ടൊന്നുമില്ല, ഒരു ചെറിയൊരു കേക്കും ഒരു ഡ്രസ്സ് എന്തെങ്കിലും മേടിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് മേടിച്ചിട്ട് വരാം. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാട്ടോ. നല്ല ഭംഗിയുണ്ട്. പൂക്കളും എന്താ പറയുക, ഇപ്പോൾ സമ്മർ സീസണായതുകൊണ്ട് ഇതൊക്കെയാണ് പഴയ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന സമയം. ഗിഫ്റ്റ് മേടിക്കാൻ പോകുന്ന സ്ഥലം അങ്ങനെ സിഗ്നൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിഗ്നൽ കട്ട് ചെയ്ത് അതിലേക്ക് ആദ്യമോ നമുക്ക് ഗിഫ്റ്റ് മേടിക്കാം, അതിനുശേഷം നമുക്ക് കേക്ക് മേടിക്കാൻ പോകാം. ഇതാണ് ഗിഫ്റ്റ് മേടിക്കാൻ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മാള് പോലെ തന്നെയാണ്. മാള് പോലെയല്ല, മാള് തന്നെയാണ്. നാട്ടിലത്തെ പോലെ ലുലു അങ്ങനെയൊക്കെ പോലെയുള്ള ഇതാണ്. അപ്പോൾ പ്രിമാർക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗിഫ്റ്റ് മേടിച്ചിട്ട് നമുക്ക് വരാം. ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ ആതിരയ്ക്ക് പറ്റിയ സെലക്ഷനൊന്നും എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഇടയിൽ എനിക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയായിരുന്നു. ജസ്റ്റ് നോക്കുക മാത്രമേ ഉള്ളൂ, ഒന്നും മേടിക്കത്തൊന്നുമില്ല. കുറേ പ്രിമാർക്ക് കയറി, പക്ഷേ അവിടെയൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ നമ്മൾ ന്യൂ ലുക്ക് എന്താ പറയുക, നമ്മൾ കേക്ക് മേടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. കേക്ക് ബോക്സ് എന്ന കടയിൽ നമ്മൾ ആതിരയ്ക്ക് കേക്ക് മേടിക്കാൻ വന്നത്. നമ്മളങ്ങനെ കേക്ക് മേടിക്കാനൊക്കെ വന്നു. ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 3 പേർക്കും കണക്കാക്കിയ മേടിച്ചത് കേക്ക്. പറയാം, ഞാൻ ആതിരയ്ക്കുള്ള ഗിഫ്റ്റും കേക്കും മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സ് മേടിക്കാൻ നമ്മൾ ഞാൻ ഇരുന്നത്, പക്ഷേ സെലക്ഷനൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റിയായിരുന്നു. ഞാൻ ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. പക്ഷേ വീട്ടിലോട്ടല്ല പോകുന്നത്. വീടിനടുത്തുള്ളൊരു പാർക്കുണ്ട്. പിന്നെ പാർക്കിൻ്റെ അവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് കിങ്ങിനടുത്ത് പറഞ്ഞു, അമ്മയും കൂട്ടിക്കൊണ്ട് പാർക്കിൽ വരാൻ പറഞ്ഞു. അപ്പോൾ സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ ആദ്യം വിചാരിക്കും കിങ്ങിനെയും കൊണ്ട് പാർക്കിൽ കളിക്കാൻ പോവുകയാണെന്ന്. എന്തായാലും അവിടെ വെച്ച് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. അപ്പോൾ ഞാൻ ആതിരയ്ക്കുള്ള ഗിഫ്റ്റും ബൊക്കെയും എല്ലാം മേടിച്ചുകൊണ്ട് ആ പാർക്കിലോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ തവണയും ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന വീട്ടിലകത്താണ്. ഇപ്രാവശ്യം വീടിനടുത്തുള്ള ഒരു പാർക്കുണ്ട്. അപ്പോൾ പാർക്കിൽ വെച്ച് കട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ മോളടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ വിളിക്കാം, അപ്പോൾ അമ്മയും കൊണ്ട് വരണേന്ന് പറഞ്ഞു പാർക്കിലോട്ട്. അപ്പോൾ എന്തായാലും ആദ്യം വിചാരിക്കും ഇങ്ങനെയൊക്കെ കളിക്കാൻ വേണ്ടിയാണ് പാർക്കിൽ വരുന്നത്. ഈ കാര്യം അറിയത്തില്ല. അപ്പോൾ വരുമ്പോൾ ഇവിടെ കട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. എന്തായാലും ഇവിടെ വരുമ്പോൾ ആൾ സർപ്രൈസ് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. ആ കാണുന്ന മരക്കഷ്ണത്തിൻ്റെ പുറത്ത് വെച്ച് കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ വോയിസ് ഇടുന്നത്. എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. പാർക്കിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ, നിറയെ പ്രാവുകളും പച്ചപ്പും നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വെച്ച് ആഘോഷിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത്. എല്ലാ തവണയും വീട്ടിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തവണ നമുക്ക് ഇവിടെ വെച്ചാവും. നല്ല അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് നോക്കാം. ഇന്ന് ഒരുപാട് ഗസ്റ്റുകൾ നമുക്കുണ്ട് കേട്ടോ. എനിക്ക് പ്രാവുണ്ട്, ഒരുപാട് പ്രാവുണ്ട്. ആതിരയുടെ ബർത്ത്ഡേക്ക് വിളിക്കാതെ വന്ന അതിഥികളാണ് ഇതൊക്കെ. നോക്കി പറ്റുമെന്ന് അറിയില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതോ മോള് ആതിരയും വിളിച്ചുകൊണ്ട് വരികയാണ്. പുള്ളിക്കാരി റിംഗ് ലൈറ്റൊക്കെ കൊണ്ടാണ് വരുന്നത്. മോളുടെ പാർക്കിലെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഓടി വരുന്നുണ്ട്. സംഭവം പുള്ളിക്കാരിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് വന്നിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് നോക്കാം. ഓക്കെ, മതി. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച കേക്ക് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന കേക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. എനിക്ക് അപ്പോഴേ അറിയാം നിങ്ങൾ കേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണെന്ന്. കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നൊക്കെ ഇങ്ങനെ
ടിഷ്യൂ എടുത്തില്ല. ശകലം. ഇനി ഒരു കുഞ്ഞ് ഗിഫ്റ്റും കൂടെ ഉണ്ട്. ഗിഫ്റ്റാ? ഞാൻ നോക്കട്ടാ, ഓപ്പൺ ചെയ്ത് നോക്കട്ടാ. ആദ്യത്തേത് എന്റെ സ്റ്റഡ്. എന്റെ ഇതാണ് കിട്ടിയ ഗിഫ്റ്റ്. ഇനി ഒന്നുകൂടെ ഉണ്ടല്ലോ, 2 എണ്ണം ഉണ്ടോ? ഇതൊക്കെ നോക്കട്ടെ. അതൊക്കെ കിങ്ങിണിയുടെ ഗിഫ്റ്റാ. കിങ്ങിണി മേടിക്കാൻ പറഞ്ഞതാ. ഇത് കിങ്ങിണി മേടിക്കാൻ പറഞ്ഞതാ? ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടെ കിങ്ങിണി. മാല. ഇതാണ് അടുത്തത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടോ. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല സിമ്പിൾ ആയിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. കേക്ക് മേടിക്കുമെന്ന് അറിയാമായിരുന്നു, പക്ഷെ ഗിഫ്റ്റിന്റെ കാര്യമൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതും ഇങ്ങനെ പാർക്കിൽ കൊണ്ടുവച്ചിട്ടൊന്ന് തകർന്നു. വീട്ടിൽ കേക്ക് വാങ്ങിച്ചു മുറിക്കുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം കിങ്ങിണി അവിടെ കിടന്ന് കുറേ ഓടിക്കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാവും കൂടെ ഒരുപാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടി സർപ്രൈസും കൂടെ ആതിരയ്ക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത് കൊടുത്തു. ഇനി നമുക്കത് നോക്കാം എന്താണ് അവൾ തിരഞ്ഞെടുക്കുന്നതെന്ന്. കേക്ക് കഴിച്ചോണ്ടിരിക്കുകയല്ലേ? അതൊന്നുമില്ല, ഏതെങ്കിലും ഒന്ന് എടുക്ക്. നോക്കാം. പുറത്തുനിന്ന് കഴിക്കാമാ? നമുക്ക് പുറത്തേ കഴിക്കാം. ഡോർ തുറന്നിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വേമൗത്തിൽ വൈറ്റ് പേപ്പറിലാണ് പോയത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി നല്ല സീനറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോകുന്ന വഴി ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ആണിത്. എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഫോട്ടോ കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്നുമല്ല, ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന്. പ്രൈവറ്റ് ഏരിയ ആണ്, പക്ഷേ അവിടെ ഇലക്ട്രിക് വയറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അകത്തോട്ട് പ്രശ്നമില്ല. പിന്നെ നമ്മൾ നേരെ വൈറ്റ് പേപ്പർ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എത്തിയായിരുന്നു. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ അകത്തും എല്ലാം നല്ല ഭംഗിയാണ്. ചെന്നുകൊണ്ട് നമ്മൾ ആദ്യം മസാല ദോശയാണ് ഓർഡർ ചെയ്തത് കിങ്ങിണിക്ക്. അപ്പോൾ കിങ്ങിണി ഫോണും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വാരി കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളപ്പം നോർമലായിട്ട് ഞാൻ അപ്പം ഓർഡർ ചെയ്തത്. പിന്നെ ഒരു പൊറോട്ട ഓർഡർ ചെയ്തു. അതുപോലെ പിന്നെ ആതിര ബിരിയാണിയാണ്, എപ്പോഴും ബിരിയാണി ഓർഡർ ചെയ്യുള്ളൂ. പിന്നെ ഒരു ഫിഷ് അങ്ങ് പൊള്ളിച്ചതും കൂടെ മേടിച്ച് കഴിച്ച് നമ്മൾ ഇറങ്ങി. അവിടെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴി ബീച്ച് സൈഡ് ഉണ്ടായിരുന്നു. അവിടെ നോക്കിയപ്പോൾ കുട്ടികൾ കളിക്കുന്നുള്ള പാർക്ക് സൈഡും എല്ലാം കണ്ടായിരുന്നു. അപ്പോൾ കിങ്ങിണി നമുക്കൊന്ന് കയറാമെന്ന്. അങ്ങനെ നമ്മൾ കയറി അതിലോട്ട് പോകുന്ന വഴിയാണ്. എനിക്ക് കറങ്ങുന്നതിൽ കയറണം എന്നുണ്ടായിരുന്നു. ആതിരയും വിളിച്ച് കിങ്ങിണിയും കൈ പിടിച്ച് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ശേഷം ഭാഗം സ്ക്രീനിൽ നമുക്ക് കാണാം. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കയറിയിട്ടേ ഇല്ല. ഇത് പിന്നെ ആദ്യം നിർബന്ധിച്ചിട്ടാണ് കയറിയത്. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് പേടി. ഞാൻ ഇത് ആദ്യമായിട്ടാണ്, ഇതൊന്നല്ല, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കയറണൊക്കെ. ഇങ്ങനെ ആതിരെ കണ്ണടച്ചേ. പിന്നെ അതിൽ കയറി അത് കറങ്ങി ഏറ്റവും ടോപ്പിൽ പോയി നിന്നു. ടോപ്പിൽ പോയി നിന്നതിന് ശേഷം ഒരു ആട്ടം ആടി. അതും കൂടെ കണ്ടപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയായിപ്പോയി. ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു റൗണ്ടിൽ തന്നെ കറങ്ങി വന്ന് ഞാൻ നിർത്തി. നമ്മൾ തിരിച്ച് വെളിയിലിറങ്ങി. അത് കഴിഞ്ഞ് കിങ്ങിണി അടുത്ത ഗെയിമിംഗ് സ്പോട്ടിൽ കൊണ്ടുപോയി. അവിടെ ഒരുപാട് കളിക്കാൻ, നമ്മൾ ഈ ലുലു മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗെയിം കളിക്കാനൊക്കെ ഇല്ല, അതുപോലെ ഒരുപാട് ഗെയിം കളിക്കാനുണ്ടായിരുന്നു. ഗെയിം കളിച്ചു, പക്ഷേ കാര്യത്തിൽ ഒന്നും നടന്നിട്ടില്ല. പ്രൈസോ ഭാവോ ഒന്നും കിട്ടിയില്ല. ജസ്റ്റ് പോയി കളിച്ചു വന്നു, അങ്ങനെ നിൽക്കുക.
അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ്. ഏകദേശം ഇനി 2 മണിക്കൂർ കൂടുതലുണ്ട് വീട്ടിലെത്താൻ. അങ്ങനെ ഇത്രയേ ഉള്ളൂ ബർത്ത്ഡേ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.